ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഒന്ന് നടക്കാൻ ഇറങ്ങുന്നത് നല്ലതല്ലേ? അപ്പം ഞാൻ ഈ നടക്കാൻ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നും രാവിലെ 6 മണിക്ക് നടക്കാൻ ഇറങ്ങുന്നതാണ് അച്ഛൻ കേട്ടോ. ഞങ്ങളും കൂടെ വരുന്നെന്ന് അറിഞ്ഞതുകൊണ്ട് ഇച്ചിരി ഒന്ന് താമസിച്ചു. അപ്പോൾ അച്ഛൻ പോകുന്ന വഴിയൊക്കെ പുറവേ പോയി അച്ഛൻ കുറച്ച് സുഹൃത്തുക്കളെയൊക്കെ കണ്ട് അവരുമായിട്ടൊക്കെ സംസാരിച്ച് കുറേ സമയം കഴിയുമ്പോഴേ വീട്ടിലേക്ക് കയറി വരുത്തുള്ളൂ. അപ്പം ഞങ്ങളും എന്ത് ചെയ്തു, പുറവേ അങ്ങ് പോയി. നല്ല കാടൊക്കെ പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്, സൂക്ഷിക്കണേന്ന് പറഞ്ഞു. അച്ഛൻ മുമ്പിലുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്ത് പേടിക്കണം, എന്നാലും പാമ്പിനെ പേടിക്കണം. ദാണ്ട് എത്തി, ദാണ്ട് ഇതാണ് അച്ഛൻ്റെ സുഹൃത്തുക്കളുടെ. അങ്ങനെ ഞങ്ങൾ നടന്നങ്ങനെ ചെന്നപ്പോൾ ഇതൊക്കെ വയലാട്ടോ. ഈ വയലിലൊക്കെ നിറയെ നെല്ല് കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ് പണ്ട്. ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ഇഷ്ടംപോലെ നെല്ലായിരുന്നു ഇവിടെ എല്ലാം. ഇപ്പം നെൽകൃഷി ചെയ്യുന്നത് ഭയങ്കര നഷ്ടമല്ലേ. അതുമാത്രമല്ല, നെല്ലൊന്നും കൃഷി ചെയ്യാൻ ആൾക്കാർക്കാർക്കും സമയമില്ല കേട്ടോ. ഈ സ്ഥലങ്ങളെല്ലാം നെൽകൃഷി ചെയ്യുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം പോച്ചയൊക്കെ കയറി പുല്ലൊക്കെ കയറി ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടാലൊരു സിനിമ ലൊക്കേഷനാണോ എന്ന് തോന്നിപ്പോകും. പക്ഷേ ഇവിടെ എല്ലാം നല്ല നെല്ല് വിളഞ്ഞു കിടന്ന സ്ഥലമാണിപ്പം പുല്ല് കയറി കിടക്കുന്നത്. അതാ നിൽക്കുന്ന അച്ഛൻ കണ്ടോ. അച്ഛൻ്റെ സുഹൃത്ത് രാവിലെ 6 മണിക്ക് അദ്ദേഹം ഇവിടെ വരും. എന്നിട്ട് അദ്ദേഹം നട്ട ചെടികൾക്ക് മൊത്തം കൃഷി നല്ല എല്ലാ വിളകൾക്കും നിറയെ വെള്ളം കോരും. പ്രധാനമായും ചീരയാണ് കേട്ടോ. ചീരയ്ക്ക് ഇഷ്ടംപോലെ വെള്ളം വേണമല്ലോ. അപ്പോൾ ഇവിടെ വെള്ളം എങ്ങനെയാണ് കോരുന്നതെന്ന് വെച്ചാൽ, ഇത് പണ കോരും. ഇത് വയലാണ്. അപ്പം വയലിങ്ങനെ പണ കോരി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കൃഷി ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പുറം 2 പണയുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് സ്ഥലം കാണും. അവിടെ വെള്ളം നല്ല തോട്ടിൽ നിന്നും കനാല് ഉറക്കുമ്പോഴൊക്കെയുള്ള വെള്ളം ഇങ്ങനെ ഇതിലേക്കൂടെ കയറി അപ്പുറത്തൂടെ ഇറങ്ങി തോട്ടിലൂടെ ഒഴുകി അങ്ങ് പൊക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വെള്ളം ബക്കറ്റ് വെച്ച് കോരി ചെടിയുടെ മൂട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ടോ, ചീരയ്ക്ക് ഇഷ്ടംപോലെ വെള്ളം വേണം. ചീര നല്ല വൃത്തിക്ക് കിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചീരയുടെ ഒരു വിഷമമെന്ന് പറഞ്ഞാൽ, ഈ ചീരയുടെ മേൽഭാഗം ഒരു കള്ളം വന്ന് കത്രികയ്ക്ക് രാവിലെ കട്ട് ചെയ്തുകൊണ്ടങ്ങ് പൊക്കളയും രാത്രി വന്ന്. ഇപ്പോൾ ആരാണ് ഈ കള്ളൻ എന്ന് ചോദിച്ചാൽ നമ്മുടെ മുള്ളമ്പന്നിയാണ് കേട്ടോ. വന്നു കഴിഞ്ഞാൽ നല്ല കത്രികയ്ക്ക് വെച്ച് കട്ട് ചെയ്തുകൊണ്ട് പോകുന്ന പോലെ ഇവൻ കട്ട് ചെയ്തുകൊണ്ട് വന്നു. അപ്പോൾ ഇവിടെയൊക്കെ മുള്ളമ്പന്നിയുടെയും പന്നിയുടെയൊക്കെ ശല്യമുണ്ട്. അതൊരു കഷ്ടമാട്ടോ. അതാണ്ടോ നല്ല തഴച്ചിങ്ങോട്ട് വന്ന സമയമായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയാമോ, ഇതിൻ്റെ മോൾ ഭാഗം കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പൊക്കളയും മുള്ളപ്പന്നി. ഇത് കണ്ടോ, കപ്പയ്ക്ക പേരയ്ക്കൊന്നുമല്ല, കപ്പയെന്ന് പറയും. മരച്ചീനി. പിന്നെ അതുപോലെ കണ്ടോ, നമ്മുടെ ചീരയുടെ മേൾഭാഗം കണ്ടോ മൊത്തം കട്ട് ചെയ്തുകൊണ്ട് പോയേക്കുക ബിരുദന്മാർ. ഇവന്മാരെ കൊണ്ട് തോറ്റു. കണ്ടോ. ഇവിടെ പപ്പായ കൃഷി ചെയ്യുന്നുണ്ട്. കപ്പയ്ക്കെന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. പപ്പായ എന്ന് പറയും ഇല്ലേ. കപ്പ, മരച്ചീനി. ഞങ്ങൾ കപ്പയ്ക്കാന്നും പപ്പായയ്ക്ക് പറയും. ഇവിടെ പപ്പായ കൃഷി ചെയ്യുന്നുണ്ട്. നിറച്ച് കപ്പയ്ക്ക പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കപ്പയ്ക്ക വളരെ നല്ലതാണ്. ഞങ്ങളുടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഞങ്ങളുടെ നാട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഞങ്ങൾ രാവിലെ തോരൻ വെക്കാനെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ പറമ്പിലോട്ട് ഇറങ്ങി ഒരു കപ്പയ്ക്ക എടുക്കും. അതല്ലെങ്കിൽ ഒരു കൂമ്പെടുക്കും വാഴയുടെ. അതല്ലെങ്കിൽ വാഴയുടെ പിണ്ടി എടുക്കും. അതല്ലെങ്കിൽ ഏതെങ്കിലും ചെടികളുണ്ടെങ്കിൽ അതിൻ്റെ ഇല എടുത്ത്, ഈ പറയുന്ന മത്ത പോലുള്ള ചെടിയുണ്ടെങ്കിൽ അതിൻ്റെ ഇല തോരൻ വെക്കും. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ നാട്ടിൻപുറത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. പിന്നെ വല്ല വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ സ്റ്റോളിൽ പോയി പച്ചക്കറി വാങ്ങിച്ച് വെക്കത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയൊന്നും ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിക്കത്തില്ല. എല്ലാം വീട്ടിലെ പറമ്പിൽ, എല്ലാവരുടെയും വീട്ടിൻ്റെ പറമ്പിലൊക്കെ മിക്കവാറും കറിവേപ്പിലാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അത്യാവശ്യം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എടുത്തുകൊണ്ട് വരും. കേട്ടോ, ഞങ്ങളുടെ അച്ഛൻ്റെ കൂടെ എന്നും റിച്ചുകുട്ടനും കാണും. അവനും അച്ഛൻ്റെ കൂടെ രാവിലെ 6 മണിക്ക് ഇറങ്ങും. അവൻ ഈ മഞ്ഞും വെള്ളവും ഒന്നും അവനൊരു പ്രശ്നമേ അല്ല. അവൻ ഈ ചെടി നനയ്ക്കുന്നതും അപ്പോൾ അതുപോലെ തന്നെ കൃഷിസ്ഥലത്തും ഈ അച്ഛന്മാർ തമ്മിൽ സംസാരിക്കുന്നതുമൊക്കെ കേട്ടിട്ട്, അതെല്ലാം കേട്ട് ഈ കൃഷിയൊക്കെ കണ്ട് അവനിങ്ങനെ ആസ്വദിച്ച് 8 മണിയാകുമ്പോൾ അച്ഛൻ്റെ കൂടെ അവനും പോകും. പിന്നെ കുറേ സമയം കഴിയുമ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ, ഇതിലൊക്കെ ഇറങ്ങി വെള്ളത്തിലൂടെ ഒക്കെ കളിച്ചാൽ മതി എന്ന് തോന്നും. കോവയ്ക്ക. നമ്മുടെ നാട്ടിൽ നമുക്കൊരു അധികം സ്ഥലമില്ലെങ്കിൽ ഒരു ചെടിച്ചട്ടിക്കകത്ത് മാത്രം നട്ടാലും മതി കോവയ്ക്ക്. എന്നിട്ട് നമ്മൾ ഈ അടുക്കള വേസ്റ്റ് അതിന് ഇട്ട് കൊടുത്താലും മതി. ഇഷ്ടംപോലെ കോവൽ പിടിക്കും. എല്ലാ ദിവസവും നമുക്ക് വീട്ടിൽ കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കുകയോ തോരൻ വെക്കുകയൊക്കെ ചെയ്യും. ഇഷ്ടംപോലെ കോവയ്ക്ക ഉണ്ടാകും. പെട്ടെന്ന് വളരുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ കോവയുണ്ട് കേട്ടോ. എന്നും കോവയ്ക്ക തോരൻ വെക്കാം നമുക്ക്. പിന്നെ അതേപോലെ മുളകുണ്ട്. ഒരുപാട് കൃഷിയുണ്ട്. അപ്പം വീട്ടാവശ്യത്തിനുള്ള ഒട്ടുമിക്ക സാധനങ്ങൾ ഇവിടെ തന്നെ കൃഷി ചെയ്യാൻ പറ്റും. കണ്ടോ, ഇഷ്ടം പോലെയാണ്. വാഴ, ചേന, പിന്നെ മുളക്, ഇതെല്ലാം കാണും. നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് ദൂരന്നേ വരുന്നുണ്ട്. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ എല്ലാവരും പോവും. അപ്പോൾ ഇവിടെ ഞങ്ങൾ നിന്നുകൊണ്ട് അച്ഛന് കുറേ കൃഷിയുടെ ടിപ്സൊക്കെ ഈ അച്ഛൻ പറഞ്ഞു കൊടുക്കും. പിന്നെ വെള്ളം കോരി ഒഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ തൈച്ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. വേറെ പുതിയ വിത്ത് നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓടിക്കേറി അതിൽ ചാടിത്തുള്ളി അങ്ങ് പോകാനൊന്നും പറ്റത്തില്ല.
അതൊക്കെ ചവിട്ടി നശിപ്പിച്ചാലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ സൈഡിലൂടെ ആ വെള്ളത്തിലൂടെ ഒക്കെ ഇറങ്ങി നടക്കുകയാണ്. ഇതാ വരുന്നുണ്ട് അച്ഛൻ. റിച്ചുകുട്ടൻ അവിടെ നിന്ന് നോക്കി 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 ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. റിച്ചുവിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്ന് അച്ഛൻ സൂക്ഷിക്കണേന്ന് പറഞ്ഞു. അച്ഛൻ എന്നും വരുന്നതല്ലേ, അച്ഛന് അറിയാം എടുത്തുകൊണ്ട് വരാൻ എന്താണ്ട്. പക്ഷേ റിച്ചുകുട്ടൻ നിൽക്കത്തില്ല. അവന് വെള്ളത്തിലും വെയിലിലും ഒക്കെ ഇറങ്ങി, വെള്ളത്തിലും മണ്ണിലും ഒക്കെ ഇറങ്ങി നടക്കണം. എന്നിട്ട് ഇവിടെ കുമ്പളങ്ങ കൃഷിയുണ്ട് കേട്ടോ. കുമ്പളങ്ങയാണ് ഏറ്റവും ഗുണമുള്ള പച്ചക്കറികളിലൊന്ന്. പക്ഷേ കുമ്പളങ്ങ നമ്മുടെ അസ്ഥികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. കുമ്പളങ്ങ ജ്യൂസൊക്കെ കുടിച്ചാൽ നമ്മുടെ വണ്ണമൊക്കെ കുറയുന്ന അറിയാം. കുമ്പളങ്ങയ്ക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. കുമ്പളങ്ങയും നട്ട് വളർത്തുന്നുണ്ട്. അതാണ്ട് ഞങ്ങൾ പോകാൻ തുടങ്ങുക. റിച്ചുകുട്ടൻ നിൽക്കുന്നില്ല, അവന് വെള്ളത്തിൽ ഇറങ്ങണം. ശരിയെങ്കിൽ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ എന്നാൽ പോകുന്ന വഴിക്ക് ഒരു പിടി ചീരയും കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് ചീരയും തന്നു. ഇപ്പോൾ രാവിലെ നടക്കാൻ പോയതുകൊണ്ട് ഞങ്ങൾക്ക് 2 ഗുണമുള്ളത്. ഒന്ന്, ഞങ്ങളുടെ ആരോഗ്യം ഞങ്ങൾക്ക് കിട്ടി. പിന്നെ നമുക്ക് കഴിക്കാനുള്ള തനി നാടൻ കുറേ ചീരയും കിട്ടി കേട്ടോ. ഇവിടെയൊക്കെയുള്ള ആൾക്കാർ അങ്ങനെയാണ്, കാശൊന്നും മേടിക്കത്തില്ല. കുറച്ച് ചീരയൊക്കെ നമുക്ക് തരും, നമ്മളും കുറച്ച് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കും, അത്രയേ ഉള്ളൂ. ഇതിൽ വലിയ ലാഭമൊന്നും നോക്കത്തില്ല ആൾക്കാർ. അപ്പോൾ രാവിലെ നടന്നതുകൊണ്ട് ഒരു പിടി നല്ല ചീരത്തോരനൊക്കെ ഇന്ന് വീട്ടിൽ വെച്ച് തിന്നാം. നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ശരി, ഇതുപോലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.